AK ബാലൻ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്നും സുപ്രീം കോടതിയിലേക്കൊരു നീക്കമുണ്ടാകുന്നു. അതായത് സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുന്ന ആളെ തനിക്ക് അതിൻ്റെ നിർദ്ദേശം തനിക്കാണ് നൽകേണ്ടത്, മുഖ്യമന്ത്രിക്ക് അതിൽ ഒരു റോളും ഉണ്ടാകരുത്. അതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു ഹർജിയുമായിട്ട് ഗവർണർ പോകുന്നത്. ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിക്കും അതുപോലെ തന്നെ ഭരണഘടനക്കും എതിരായിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമ്മുടെ ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഗവർണറുടെ പദവിയെ ദുരുപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടുകമായി ഗവർണറെ മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വ്യക്തമായി സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖണ്ഡിതമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചതാണ്. ആ വിധി ഗവർണർക്കെതിരായിരുന്നു. അതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ സുപ്രീം കോടതിയിൽ പോയത്. അപ്പോൾ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെയും അതുപോലെ തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെയും ഉത്തരവിനനുസരിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും തീരുമാനിച്ചത്. അതിൽ വലിയ ഒരു അമർഷം ഗവർണർക്കുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പാനലിൽ, അതായത് സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ പ്രതിനിധി വേണം, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ. രണ്ടാമത്, സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ശുപാർശ സ്വീകരിക്കണം എന്ന സുപ്രീം കോടതി വിധിക്കെതിരായി ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഇൻ്റർലോക്കറ്ററി ആപ്ലിക്കേഷൻ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് യഥാർത്ഥത്തിൽ നിർലജ്ജമായ ഒരു സമീപനമാണ്. അനാവശ്യമായിട്ടുള്ള വാശിയല്ലിത്. ഇത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിലപിടിച്ച സമയത്തെ ദുരുപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചാൻസലർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഗവർണർ ഭരണഘടനാ സ്ഥാപനമാണ്. ചാൻസലർ എന്ന് പറയുന്നത് കേരള നിയമസഭയുടെ ഒരു നിയമനിർമ്മാണ സൃഷ്ടിയാണ് ചാൻസലർ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്നതും കേരള ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിന്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം ഉണ്ടാക്കാൻ അധികാരമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയാൽ അത് RSSനും BJPക്കും കേന്ദ്രത്തിനും എതിരാണെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കലാണ്. അവരുടെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറയാം. പാർലമെൻറ്റിനെ ഉപയോഗിക്കാതെ തന്നെ, പാർലമെൻറ്റിലെ ഭൂരിപക്ഷത്തെ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിനുള്ള വഴികളാണ് അവർ നോക്കുന്നത്. അതിനവർക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ആ കേസാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക ഘടന സംരക്ഷിച്ചത്. അതായത് ഫെഡറലിസം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെട്ടത് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ മാറ്റാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമില്ല എന്ന സുപ്രധാനമായിട്ടുള്ള വിധിയും ഉണ്ടായത് അന്നാണ്. അന്നും നമ്മൾ ആലോചിക്കണം, 13 അംഗ ബെഞ്ചിൽ 7 6 ആണ്. 7 പേരാണ് ഞാൻ ഈ പറഞ്ഞതിന് അനുകൂലം, 6 പേരെതിരായിരുന്നു. ഒരു ജഡ്ജിയുടെ ഭൂരിപക്ഷത്തിൻ്റെ മുകളിലാണ് സുപ്രധാനമായിട്ടുള്ള ഈ വിധി ഉണ്ടായത്. അതിനുശേഷം മാറി മാറി വന്ന BJP ഗവൺമെൻറ്, വാജ്പേയിയുടെ കാലഘട്ടത്തിലായാലും ഇപ്പോൾ മോഡിയുടെ കാലഘട്ടത്തിലായാലും
ഈ വിധിയെ അട്ടിമറിക്കാൻ എന്ന് പറഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസ് വിധിയുടെ ഉള്ളടക്കത്തെ അട്ടിമറിക്കാൻ ഒരു ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക, ആ വഴികളാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പം കൊളീജിയത്തിലെ ഒരു മെമ്പർ ഒരു രൂപത്തിലും സുപ്രീം കോടതി ജഡ്ജിയാകാൻ പാടില്ല എന്ന ഒരാളെ സുപ്രീം കോടതിയുടെ ജഡ്ജിയാക്കിയതിൽ പ്രകടമായിട്ട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ഒരിക്കലും അദ്ദേഹം കൊളീജിയത്തിലെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയാണ്, സീനിയർ മോസ്റ്റ് ജഡ്ജിയാണ് ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം അത് മണത്തറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനേത് വഴിയോ അവർ സ്വീകരിക്കും. നമ്മളെ രാജ്യത്തെ ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം എന്ന് പറയുന്നതും ഇതാണ്. RSSന്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടന ഇവിടെ യാഥാർത്ഥ്യമാകും എന്നവർ പറയുന്നത് ജുഡീഷ്യറിയെ പിടിച്ചുകൊണ്ട് ടോർപിഡോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സർക്കാർ ഗവർണർ പോര് എന്നുള്ളത് കുറെ നാളായി സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യം വീണ്ടും വീണ്ടും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് സർക്കാർ ഗവർണർ പോരല്ലേ ഇത് കേന്ദ്രം വേഴ്സസ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP RSS വേഴ്സസ് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ BJP ഇതര ഗവൺമെൻറ്റുകളും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണിത്. അല്ലാതെ ഇത് ഗവർണർ സംസ്ഥാനം എന്നുള്ളതല്ല. ഇപ്പോൾ ഈ ഗവർണർ അല്ലാതെ വേറെ ഏതെങ്കിലും ഗവർണർ വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ ഇത് തന്നെയായിരിക്കും സ്ഥിതി. അതിൽ എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന നമ്മുടെ എൻ്റെ കാലഘട്ടത്തിലെ ജസ്റ്റിസ് സദാശിവൻ, അത് ജമ്മാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ജമ്മാണ് ജസ്റ്റിസ് സദാശിവം. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പാസ്സാക്കിയിട്ടുള്ള നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മളെ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ നിയമസഭ പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം, ഇത് നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഭരണഘടനക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനും എതിരല്ല. അങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിയമത്തിൻ്റെ വഴിയിൽ രംഗം നോക്കട്ടെ. നിയമസഭ പാസ്സാക്കിയിട്ടുള്ളൊരു നിയമത്തിന് ഞാൻ അംഗീകാരം തരുന്നു എന്ന് പറഞ്ഞ ഒരു മഹാനായ ജഡ്ജി ഗവർണറായി ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ ഇവരിയ്ക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണത്. അതായത് കേരള ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒരു കോൺസെൻസസോടുകൂടി പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ സീറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളത്. പറഞ്ഞ മനസ്സിലായില്ലേ? അന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല, നീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നീറ്റ് വന്നതിന് ശേഷമാണ് ഇതിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കാൻ പാടുള്ളൂ. ആ ലിസ്റ്റിലുള്ള ആൾക്കാരെ മാനേജ്മെൻറ്റും എടുക്കാൻ പാടുള്ളൂ. മാനേജ്മെൻറ്റിന് ഓവർടേക്ക് ചെയ്യാം, പക്ഷെ ആ ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും എടുക്കാൻ പറ്റും. അങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് നീറ്റ് പ്രകാരം അർഹതപ്പെടുന്നതല്ല. അപ്പോഴാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി LDF ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നത്. ആ നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ ഗവർണറെ കണ്ട സമയത്താണ് ഗവർണർ എന്നോട് പറയുന്നത്, നിങ്ങൾ പാസ്സാക്കിയിട്ടുള്ള നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ വന്നു. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പുവെക്കാണ്. കാരണം എൻ്റെ മുമ്പിൽ 3 ഓപ്ഷനേ ഉള്ളൂ ആർട്ടിക്കിൾ 200 പ്രകാരം. ഒന്നുകിൽ അതിന് സാങ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി നിയമസഭയുടെ അഭിപ്രായം തേടി വീണ്ടും അംഗീകാരം കൊടുക്കുക. ഞാൻ അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിലും നിയമസഭ രണ്ടാമത് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനാണ് വാലിഡിറ്റി. അല്ലെങ്കിൽ പ്രസിഡന്റിനെ അയക്കുക.
ഞാനിതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. അങ്ങനെ പറഞ്ഞ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇരുന്ന സ്ഥാനത്തെ ഒരു BJPയുടെ വനിതാ നേതാവ് പറഞ്ഞത് അവിടെ പിണറായി വിജയൻ ഇരിക്കുന്നതായിരുന്നു നല്ലത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ള അറിയില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തെ അപമാനിച്ചിട്ട്, ജസ്റ്റിസ് സദാശിവൻ. അപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോടും ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഗവർണർമാരോടും ഇവരുടെ സമീപനം ഇതാണ്. അങ്ങനെയുള്ള ഒരു ഗവർണർക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. കാരണം അന്നത്തെ RSS അല്ല ഇപ്പോൾ ഉള്ള RSS. സംസ്ഥാന സർക്കാർ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഗവർണറെ കഴിഞ്ഞ ദിവസം ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടയിലാണ് അല്ല, അത് സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യതയാണത്. ഗവർണർ എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതിനും ഗവൺമെന്റിനെ സഹായിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തോടെന്നും ഞങ്ങൾക്ക് ബഹുമാനം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എതിർക്കുന്നതെല്ലാം മെറിറ്റിന്റെ ഭാഗമായിട്ടാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ടാണ്. അതെ അതെ അതാണ് മറ്റേ ഗവർണറെ ക്ഷണിച്ചതിൻ്റെ അതിൻ്റെ അകത്തൊരു അപാകതയില്ല. ഇനിയും ക്ഷണിക്കും പറഞ്ഞ മനസ്സിലായില്ല. അത് ആ പദവിയോടുള്ള ഗവർണറോടുള്ള ബഹുമാനാണ്. ഏതായാലും ഇപ്പോൾ നടക്കുന്നത് അത് ഗവർണർ സർക്കാർ പോരിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ വേഴ്സസ് BJP അതർ സ്റ്റേറ്റ്സ് എന്നുള്ള നിലയിലേക്കാണെന്നാണ് AK ബാലൻ വ്യക്തമാക്കിയത്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.